നിങ്ങൾ എന്തായി കാണിച്ചേ? നിങ്ങൾ അറിഞ്ഞവരെ ഞാനെങ്ങനെ അറിയാനാ? എന്താ ഞാൻ വരുന്ന വഴി മുദ്രാവാക്യം മുഴക്കണോ? വേണ്ട, ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയാ മതി. നാരായണന്റെ ഒറ്റ വാക്ക് വിശ്വസിച്ചിട്ടാ. വാടകയൊക്കെ നാരായണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. 1-ാം തീയതി ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ 2-ാം തീയതി രാവിലെ പെട്ടിയും പ്രമാണവും പുറത്തിരിക്കും. ജാതി രണ്ടുവാ. എന്റെ പേര് കൃഷ്ണൻകുട്ടി. ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കാനാണോ ഉദ്ദേശം? അതെ. എന്ത് പാചകം ചെയ്യാനാ ഉദ്ദേശം? എന്ത് പാചകം ചെയ്യണമെന്ന് ഇവിടുന്ന് പറഞ്ഞാൽ മതി. ആ, ഇറച്ചി, മുട്ട, മീന് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഞാൻ അമ്മയ്ക്കൊരു പ്രശ്നമാവില്ല. അമ്മയോ? ഏത് പറയല്? അമ്മ അമ്മൂമ്മ എന്നുള്ള വിളിയൊന്നും വേണ്ട. അതൊക്കെ പണം ഇടപാടി ബുദ്ധിമുട്ടുണ്ടാക്കും. എന്റെ ഭർത്താവിന്റെ പേര് പത്മനാഭൻ. നിങ്ങൾ തന്നെ വേണമെങ്കിൽ മിസ്സസ് പത്മനാഭൻ എന്ന് വിളിക്കാം. മുറിയൊന്ന് കണ്ടാ കൊള്ളായിരുന്നു. മുറി കാണിച്ചേരാൻ ഞാൻ ആരും വേലക്കാരിയോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നില്ല്. ആ പെണ്ണിങ്ങോട്ട് വരട്ടെ. മുദ്രച്ചമേ, ഇതുവരെ കഴിഞ്ഞില്ലേ? കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. പോയേ ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വൃത്തിയാ. ഈ മുറി ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞു. മുറി കൊള്ളാം, എനിക്കിഷ്ടായി. ചോദിച്ചില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പറയണ്ടേ? ഇതിലും സൗകര്യമുള്ള മുറി കിട്ടും. ഹോട്ടൽ ഗീത്തിൽ ദിവസം 200 രൂപ വാടക. കോവളത്ത് ദിവസം 500 രൂപ വാടക. എന്താ പോന്നു? 2 മാസത്തെ വാടക 100 രൂപ അഡ്വാൻസ് ആയി തരണം. രാത്രി 10 മണി വരെ ലൈറ്റ് ഇടാവും. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തേക്കണം. നാട്ടിൽ പവർ കട്ടാ, അറിയാമല്ലോ. നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ മെയിൻ സ്വിച്ച് അകത്താ, ഞങ്ങൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ടത്ത് തട്ടി വീണെന്ന് പറഞ്ഞ പരാതി ഒന്നും പറഞ്ഞേക്കരുത്. മതി, ഒരു തവണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പൊട്ടനൊന്നുമല്ല. ആഹാ, വന്ന് കേറുന്നതിന് മുമ്പ്. വന്ന് കയറുന്നതിന് മുമ്പൊന്നും അല്ലല്ലോ. 2 മാസം അവിടെ അഡ്വാൻസ് തന്നിട്ടില്ലേ? ഒന്ന് അറിയിക്കേ. ഒരു നിമിഷം. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയതിന് ഞാനെന്ത് വേണം? എനിക്ക് വാടക കുടിശ്ശ ഇടാൻ പറ്റത്തില്ല. ഈ നക്കാപ്പിച്ച കാശിന് ഇത്രയും സൗകര്യത്തിന് വേറെ വീട് എവിടെ കിട്ടും? മതി നിന്ന് മോങ്ങിയത്. നാളെ കാലത്ത് എനിക്ക് വാടക കിട്ടണം. പോ. ചേടാ, എന്തൊരു മനുഷ്യരപ്പാ. വാടക ചോദിക്കുമ്പോ 100 കാരണങ്ങളാ. മദ്രാസിൽ മഴ പെയ്തു, ബോംബെയിൽ ഇടിവെട്ടി, കണ്ണൂര് ബോംബ് വെച്ചു. വലിയ പാട് തന്നെ. രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം, രാമ 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 രാമ. അമ്മേ, കഞ്ഞി വിളമ്പ അമ്മേ. ഇത് നാമം തരണം. രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം. ആഹാ, നല്ല ആളാ. കുറെ നാളായല്ലോ കണ്ടിട്ട്.
എവിടെയായിരുന്നു? ജീവിക്കണ്ടേ അമ്മാവാ. ആ പിന്നെ ഇത്തവണ അമ്മാവന്റെ ആസ്മയ്ക്കുള്ള മരുന്ന് അവസാനം കിട്ടി. വലിയ ഉപകാരം. ഇന്നലെ മുഴുവൻ വരുവായിരുന്നു. ആ അതിരിക്കട്ടെ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ആ ബോംബെക്കാരൻ ഇവിടെ വന്നപ്പോ അന്വേഷിച്ചായിരുന്നു. പിന്നെ നിങ്ങളെ കാണാൻ ആ ജീപ്പി വരുന്നില്ലേ, അവരും 2 പ്രാവശ്യം വന്നു. അത്രേ ഉള്ളു. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര പാവാട പ്രായത്തിൽ അവൻകൂറിയിട്ട തമ്പുരാട്ടി നോയമ്പെന്ന് മുടക്കാം. നീ ഇവിടെ ബാക്കിയുള്ള പാടിയാ മതി. ഞാൻ കുളിച്ച് ഓഫീസിൽ പോയി അവന്റെ താങ്കാഭസ്മക്കുറി ഉടയ്ക്കുവായിരുന്നു. മുത്തലക്ഷ്മി, ആ 3-ാം നമ്പർ വന്നോന്ന് നോക്ക്. അയാളോട് പറഞ്ഞതേ ആള് സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. 1-ാം തീയതി ആയാൽ എനിക്ക് വാടക കിട്ടണം. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഈ പിത്തലായിട്ട് ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ലെങ്കിൽ കാലിയാക്കാൻ പറ. 100 ആൾക്കാർ വന്ന് കാവൽ നിൽക്കുക. നാം ജീവിക്കുന്ന വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇന്ത്യയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് നാം ഓർക്കണം. ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും എന്തിനാ മുത്തുലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുന്നത്? എനിക്ക് ചെവി കേട്ടൂടെ? പിന്നെ നല്ല പിച്ചിപ്പൂവിന്റെ മണമുള്ള സെന്റ് ഉണ്ട്, പാരീസിലുണ്ടാക്കിയതാ. വേണോ? കൃഷ്ണൻകുട്ടി ഒരു മര്യാദയില്ലാത്ത മനുഷ്യൻ. ഗിയോടൊരു ബഹുമാനമില്ല. അയ്യോ സാർ ഇവിടെ? എപ്രാളൊന്നും വേണ്ട. അതല്ല സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ എവിടെ എങ്ങനെ ജീവിക്കാൻ ഞാൻ അറിയണ്ടേ? ഇവിടെ ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കാം. ഞാനിപ്പോ വരാം സാർ. ഒരു ചായ ഉണ്ടായിരുന്നു. ഇത് ചായക്കടയൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ല, 2 മാസത്തെ അഡ്വാൻസ് തന്ന ആളല്ലേ, പിന്നെ ചായക്കെന്താ എത്ര ബുദ്ധിമുട്ട്? അച്ഛണ്ടാക്കണ്ട. എനിക്ക് ജോലി തന്ന ആളാ. ആദ്യമായിട്ട് വരിക. അടുത്തെങ്കിലും ഒരു കടയില്ലാത്തോണ്ടാ. അമ്മ അറിയരുത്. നെടുമങ്ങാടിനടുത്ത് ഇത്തിരി കുഴഞ്ഞ കണ്ടീഷൻ കിളവൻ ചത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അടുത്ത ഇഷ്യൂലേക്ക് കൊലപാതകങ്ങളൊന്നും റെഡിയായിട്ടില്ല. തന്നെ ആ ജോലി ഏൽപ്പിക്കാന്ന് കരുതി ഞാൻ വന്നത്. ശരി സാർ. ക്യാമറ ഞാൻ കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. താൻ പോയിട്ട് വൈകുന്നതിന് മുമ്പ് എത്തിയാലേ എനിക്ക് പ്രയോജനപ്പെടൂ. അതുകൊണ്ട് ആ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പോകേണ്ട സ്ഥലത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതാ ഇതിൽ എഴുതിയിട്ടുണ്ട്. വേണ്ട പടങ്ങളെല്ലാം എടുത്തോണം. വ്യക്തമായ ഭാഗങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗം എടുത്തോണം. അവിടെയാണ് ചോരപ്പാടുകൾ കണ്ടതെന്നും പറ്റി നമുക്ക് വെച്ച് കാച്ചാം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. അതിന്റെ അന്തസ്സ് കളഞ്ഞു വിളിക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കാറിലെ യാത്ര ചെയ്യാവും. സാർ, ഇത് 15 രൂപയേ ഉള്ളൂ. ഇവിടുന്ന് നെടുമങ്ങാട്ടേക്ക് കാറിൽ. നെടുമങ്ങാട് വരെ താൻ കാറിലിരുന്ന് ബുദ്ധിമുട്ടണ്ട. നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മിന്നലിന്റെ ലേഖൻ കാറിൽ വന്നായിട്ട് തോന്നിയാ മതി. അത് ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ട് നെടുമങ്ങാട്ടേക്ക്. ഏതെങ്കിലും ഉണ്ണി കയറുക. ബസ്സിൽ സഞ്ചരിച്ചാലുള്ള ഒരു നേട്ടം, ഒരു പത്രക്കാരൻ എന്ന നിലയിൽ പുതിയ ആൾക്കാര്, പുതിയ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും. കാണാൻ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ വേറെ എങ്ങും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ സുഖകരമായ ഒരു യാത്ര എന്ന് വെച്ചോളൂ. ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് സംഭവ സ്ഥലം. നിങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങുക. അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സംഭവ സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് കാർ പിടിക്കുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വന്നത് കാറിൽ തന്നെയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മംഗളമായി നടത്തുക. വീണ്ടും മടക്കയാത്ര ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ തന്നെ. എന്റെ പോരെ? ഓ, ഇപ്പൊ വരികയാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം.
ഞാൻ കാറിൽ നിന്ന് ക്യാമറ എടുത്തോളാം സാർ. ആദ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോളാം. ഉം. ആ സാർ, ചായ. വേണ്ട, മുറുക്കിയിരിക്ക. ഓ, ഏതായി പെങ്കൊച്ച്? ഇത് മുത്തുലക്ഷ്മി, അവരുടെ വകയായി വീട്. സമയം കിട്ടുമ്പോൾ ഒരു പടം എടുത്ത് വെച്ചോ, നമുക്ക് ഏതെങ്കിലും ഒരു ലക്കത്തിന് കവർ അടിക്കാം. പുരുഷന്മാരെ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഒന്ന് ബഹുമാനിക്കാം.